ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 20, പേജ് നമ്പർ 590. ദ്യാവാ പൃഥിവ്യോരിദമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവൃത്തിധം മഹാത്മൻ. പദാനുപദം. ദ്യാവാ പൃഥിവ്യോ അനന്തമായി ആകാശത്തിനും ഭൂമിക്കും അന്തരം ഇടയിൽ ഏകേന ഏകനായ ത്വയാ അങ്ങയാൽ വ്യാപ്തം ഹി വ്യാപ്തമാകുന്നു സർവാദിശഃ ച സർവദിക്കുകളും വ്യാപ്താഃ വ്യാപ്തങ്ങളായിരിക്കുന്നു തവ അവിടുത്തെ അദ്ഭുതം അദ്ഭുതവും ഉഗ്രം ഉഗ്രവുമായ ഇദം രൂപം ഈ രൂപത്തെ ദൃഷ്ട്വാ ദർശിച്ചിട്ട് മഹാത്മൻ ഹേ മഹാത്മാവേ ലോകത്രയം 3 ലോകങ്ങളും പ്രവൃദ്ധിതം അതിദുഃഖിതമായിരിക്കുന്നു. വിവർത്തനം. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമ്യാകാശങ്ങളും സർവദിങ്മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. ഭാവാർത്ഥം. ദ്യാവാ പൃഥിവ്യോ സ്വർഗഭൂലോകങ്ങൾക്കിടയിലുള്ള ആകാശം, ലോകത്രയം എന്നീ വാക്കുകൾ ശ്രദ്ധേയങ്ങളാണ്. അർജുനൻ മാത്രമല്ല ഭഗവാന്റെ വിശ്വരൂപം കണ്ടത്. മറ്റു ഗ്രഹവ്യൂഹങ്ങളിലുള്ളവരും കാണുകയുണ്ടായെന്ന് അവ സ്പഷ്ടമാക്കുന്നു. അർജുനന്റെ വിശ്വരൂപ ദർശനം ഒരു സ്വപ്നമായിരുന്നില്ല. കൃഷ്ണന്റെ കരുണ മൂലം ദിവ്യദൃഷ്ടി സിദ്ധിച്ചവരെല്ലാം യുദ്ധരംഗത്തിൽ ആ രൂപം ദർശിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ.